നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂര്യവുഡ് ആനപ്പെരുമയിലേക്ക് സുസ്വാഗതം. നിങ്ങൾ അധികം ആരും കണ്ടിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത ആനകളെയാണ് കൂടുതലായും ആനപ്പെരുമയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്നത്തെ അധ്യായത്തിലും അത്തരമൊരു കൊമ്പനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾക്ക് കോട്ടയം ജില്ലയിലേക്കൊന്ന് പോകാം. അവിടെ തോട്ടേക്കാട്ട് എന്ന ഒരു ആനത്തറവാടുണ്ട്. നിരവധി ആനകളുള്ള ആ തറവാട്ടിലെ വിനായകൻ എന്ന കൊമ്പനെയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത്. ഒപ്പം ഈ ആനയെക്കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ ഒട്ടേറെ പ്രത്യേകതകളുമുണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ശീവേലി തൊഴുത് അടുത്ത സീസണിലേക്ക് ഒരുങ്ങുന്ന ഈ കൊമ്പൻ്റെ കാഴ്ചകളുമായി ഇന്നത്തെ ആനപ്പെരുമയ്ക്ക് തുടക്കമിടാം. തൃപ്രയാർ തേവരുടെ തിരുസന്നിധിയിൽ നിന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശീവേലി എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റി തുടക്കമിട്ടാൽ ഈ സീസണിൽ ഭംഗിയായി പൂരങ്ങളിൽ പങ്കെടുക്കാനാകുമെന്നും ആനകൾക്ക് അസുഖങ്ങളടക്കം യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല എന്നതുമാണ് വിശ്വാസം. ഈയൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് തെച്ചിക്കോടനും കാളിയും തുടങ്ങി പ്രശസ്തരായ കൊമ്പന്മാരെല്ലാം ആദ്യ എഴുന്നള്ളിപ്പായി തൃപ്രയാർ ശിവേലിക്ക് തിടമ്പേറ്റുന്നത്. അങ്ങനെ വിനായകനും ഉത്സവ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പൂരപ്പറമ്പുകളിലേക്ക് ചുവട് വയ്ക്കാൻ ഒരുങ്ങുകയാണ്. അക്ഷരനഗരിയായ കോട്ടയത്തെ ഈ കരിവീരനെ സാംസ്കാരിക നഗരിയിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഗുരുവായൂർ താമരയൂർ സ്വദേശി കടാങ്കര പ്രതീഷാണ്. ഗുരുവായൂർ ആനച്ചമയം ഏജൻസീസ് ഉടമയും അതിലുപരി തികഞ്ഞ ഒരു ആനപ്രേമിയുമായ പ്രതീഷ് നിരവധി ആനകളെ പരിപാലിച്ചിട്ടുണ്ട്. വൈക്കം ശ്രീ അയ്യപ്പൻ, തോട്ടേക്കാട്ട് ശിവൻ എന്നീ ആനകൾക്കെല്ലാം തൻ്റെ സ്നേഹപരിലാളനകൾ ആവോളം പകർന്നു നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ആനക്കോട്ടയിലെ ഗജഗണങ്ങളെ ചെറുപ്പം മുതൽ കണ്ടുവളർന്ന പ്രതീഷിന് ആനസ്നേഹം അതിൻ്റെ പാരമ്യതയിൽ എത്തിയതുകൊണ്ടാണ് ആന സംരക്ഷണം ഏറ്റെടുത്തത്. പ്രതീഷിൻ്റെ വീട്ടിൽ ആനക്കമ്പം പ്രതീഷിന് മാത്രമേയുള്ളൂ. പ്രതീഷിൻ്റെ ഈ ആനക്കമ്പം വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ല. ഉത്സവ പറമ്പുകളിൽ എഴുന്നള്ളിപ്പിനായി നിരന്നു കഴിഞ്ഞാൽ ആരുടെയും ശ്രദ്ധയാകർഷിക്കും വിധം നിലവ് നിൽക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത ഉള്ളതുകൊണ്ടാണ് കോട്ടയംകാരനായ വിനായകന്റെ പരിപാലനം ഏറ്റെടുക്കാൻ പ്രതീഷ് തീരുമാനിച്ചത്. വിനായകന് പുറമെ ഏതൊക്കെ ആനകൾ പാട്ടത്തിനെടുത്തിട്ടുണ്ട്? ആദ്യം നമ്മൾ കൊടുന്ന ആന വൈക്കം ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന ആനയായിരുന്നു. രണ്ടാമത്തെ വർഷം നമ്മൾ കൊടുക്കുന്നത് തോട്ടേക്കാട് ശിവൻ എന്ന് പറയുന്ന ആനയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആനയാണ് തോട്ടേക്കാട് വിനായകൻ. എന്തുകൊണ്ടാണ് തെക്കൻ കേരളത്തിലെ ആനകളെ കൂടുതലായും നമ്മുടെ തൃശ്ശൂരിലേക്ക് പാട്ടത്തിനെടുക്കാൻ കാരണം? പരിചിതമല്ലാത്ത ആനകളെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരിക, ജനങ്ങളെ ശ്രദ്ധ ആകർഷിക്കുക, ഉത്സവപ്പറമ്പുകളിൽ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ തെക്കൻ കേരളത്തിലെ ആനകളെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു കുറച്ച് നാളായി കണ്ടുവരുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ വിനായകൻ എന്ന് പറയുന്ന ആനക്കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രായത്തെ വെല്ലുന്ന വളർച്ചയും ഗാംഭീര്യവും
ഏത് വലിയ ആനകളോടും മത്സരിക്കാനുള്ള ശേഷിയും നിലവും ഒക്കെയാണ് നമ്മൾ ഈ ആനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ. തൻ്റേടിയായ ഒരു അസൽ ആനപ്പിറപ്പ് തന്നെയെന്ന് തോട്ടേക്കാട്ടിലെ അഭിമാനഭാജനമായ വിനായകനെ വിശേഷിപ്പിക്കേണ്ടി വരും. ആരോടും ഏറ്റുമുട്ടാൻ പോന്ന ചങ്കൂറ്റമാണ് ഈ ഗജകുമാരനെ മറ്റാനകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ഈ ഒരു നടത്തത്തിൽ തൻ്റേടിയുടെ ഒരു ഭാവമൊക്കെയില്ലേ? ആരായാലും ശരി, ഒരു അംഗപ്പുറപ്പാടിന് തയ്യാറാണെന്ന മട്ടിലാണ് ഗമയോടെയുള്ള ഈ ആന നടത്തം. ഇവൻ ഒരു ശാന്ത സ്വഭാവി തന്നെയാണ്. പക്ഷേ മൂക്കത്താണ് പുള്ളിക്കാരൻ്റെ ശുണ്ഠി. അത് പ്രായത്തിൻ്റേതായ ഒരു പക്വത കുറവായിരിക്കാം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് കയറെടുക്കുമെന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്നതാണ് ഇവൻ്റെ സ്വഭാവമെങ്കിലും എഴുന്നള്ളിപ്പിന് നിലയുറപ്പിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ചട്ടക്കാരനോട് വലിയ അനുസരണയും ബഹുമാനവുമാണ് എങ്കിലും അതിലുപരി വലിയ പേടിയുമുണ്ട് ഒറ്റച്ചട്ടക്കാരനായ തോട്ടേക്കാട് വിനായകൻ എന്ന ഈ കരിവീര കേസരിക്ക്. ഒരു പതിറ്റാണ്ടിലേറെയായി കോട്ടയം സ്വദേശി ജലധരനാണ് വിനായകന്റെ സാരഥി. കഞ്ഞിക്കുഴി സ്വദേശി ഹരീഷ് രണ്ടാമനുമാണ്. ജലധരൻ ഇടയ്ക്കൊന്നിറങ്ങിയെങ്കിലും ഇപ്പോൾ വീണ്ടും ഇവന്റെ ഒന്നാമനായി തുടരുകയാണ്. വർഷങ്ങളായുള്ള ഒരു അടുപ്പത്തിൻ്റെ പുറത്താകാം ജലധരനും വിനായകനും നല്ല ചങ്ങാത്തമാണ്. വിനായകനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ ജലധരന് പറഞ്ഞാലും തീരില്ല. യുവത്വം തുളുമ്പുന്ന ഒരു പ്രായമാണ് വിനായകന്. അപ്പോൾ പ്രായത്തിൻ്റെതായ കുറുമ്പുകളുണ്ടോ? ചെറിയ തോതിലൊക്കെ ഉണ്ട്, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. പൊതുവെ ശാന്ത സ്വഭാവമാണ്. പൊതുവെ ശാന്ത സ്വഭാവം. എത്ര വർഷമായി ചേട്ടൻ ഇവൻ്റെ പാപ്പാനായി? ഞാനിപ്പോൾ 14 വർഷമാകുന്നു. തെക്കൻ കേരളത്തിന് പുറമെ മറ്റ് ഉത്സവപ്രമുകളിലൊക്കെ സജീവമാണോ ആന? സജീവമാണ്. ഈ വടക്കോട്ടുള്ള എല്ലാ പൂരത്തിനും അങ്ങനെ മിക്കവാറും ഉള്ളതെല്ലാം ഉണ്ട്. അവർ തെക്കോട്ടും പരിപാടിയുണ്ട്. എല്ലായിടത്തും പോവും, കാര്യങ്ങൾ സാധിച്ചു പോരും. ഇതുവരെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അത്രേ ഉള്ളൂ. ചെറുപ്രായമാണ്. അപ്പം എങ്ങനെയാണ് ഇവൻ്റെ ഒരു വളർച്ച ഉറ്റുനോക്കുന്നത്? വളർച്ച ന്യായമായ വളർച്ചയുള്ള ആനക്കുട്ടിയാണ്. ഒന്നാം പാപ്പാന്റെ ആജ്ഞകൾക്കനുസരിച്ച് മാത്രമേ വിനായകൻ ഒരടി പോലും മുന്നോട്ട് വയ്ക്കുകയുള്ളൂ. ഇന്നേ വരെ ഈ ഒരു കീഴ്വഴക്കം വിനായകൻ തെറ്റിച്ചിട്ടുമില്ല. രണ്ടാം പാപ്പാന് അടുത്തിടപഴകാമെങ്കിലും ഭരിക്കാൻ വരുന്നതോ ചട്ടം പറയുന്നതോ ഇവനിഷ്ടമല്ല. അങ്ങനെ ചെയ്താലുള്ള ആ നീരസം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് പറയുവാനും കഴിയില്ല. തന്നെ അനുസരിപ്പിക്കുവാനും ചട്ടം പറയുവാനും എനിക്ക് എൻ്റെ ഒന്നാമനുണ്ട്, അതിൽ വേറെ ആരും കൈകടത്തേണ്ട എന്ന നിലപാടാണ് വിനായകൻ്റേത്. ഉത്സവപ്പറമ്പുകളിലും മറ്റെഴുന്നള്ളിപ്പുകൾക്കെത്തിയാലും പാപ്പാൻ കോൽ വിലക്ക് വെച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ പാപ്പാൻ്റെ ഒരു തുണി നിലത്തിട്ടാലും മതി, ഇവൻ അനുസരണയോടെ പൂരം സ്വയമറിഞ്ഞ് ഭംഗിയാക്കും. പക്ഷേ മറ്റൊരാൾ ഒന്നാം പാപ്പാൻ വെച്ചുപോയ തുണിയെടുക്കാനോ ചട്ടം പറയാനോ ശ്രമിച്ചാൽ വിനായകൻ കൂട്ടാക്കിയെന്ന് വരില്ല. നമ്മുടെ വരുംകാല ഉത്സവ പറമ്പുകളിലേക്ക് പുത്തൻ പ്രതീക്ഷയായി വളർന്നു വരുന്ന ഒട്ടേറെ യുവ കരിവീര കേസരികളുണ്ട് ആന കേരളത്തിൽ. അതിൽ ഒരുവനാണ് തോട്ടേക്കാട്ട് വിനായകനും. ഇവൻ്റെ വിശേഷങ്ങൾ കൂടുതലായി അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബീഹാറി കരിവീരച്ചന്തത്തെക്കുറിച്ച് കാര്യമായ കുറ്റങ്ങളൊന്നും പറയാനില്ല. ഇനി തോട്ടേക്കാട്ട് വിനായകൻ്റെ ഗജസൗന്ദര്യം നിങ്ങളാണ് വിലയിരുത്തേണ്ടത്.
വയസ്സ് 26 എത്തിയിട്ടുള്ളുവെങ്കിലും പ്രായത്തെ വെല്ലുന്ന ഉയരവും പ്രൗഢിയുമാണ് തോട്ടേക്കാട്ട് വിനായകൻ്റെ പ്രധാന ആകർഷണം. ഇവൻ്റെ ഈ കരിസൗന്ദര്യത്തിന് കുറ്റം പറയുവാനൊന്നും തന്നെയില്ല. മാതംഗശാസ്ത്രം പറയുന്ന മിക്ക ഗജലക്ഷണങ്ങളും ഇവനിൽ നിക്ഷിപ്തമാണ്. 18 നഖങ്ങളും നീളമുള്ള തുമ്പിയും ഉറച്ച നടയമരങ്ങളും വലിയ ചെവിയും മസ്തക ഉയർച്ചയുമെല്ലാം ശ്രദ്ധേയ ഘടകങ്ങൾ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ആര് കണ്ടാലും ഇവനിലൊരു അപലക്ഷണവും കണ്ടെത്താനാവില്ല എന്നതും 9.25 അടിയോളം ഉയരമുള്ള ഈ ബീഹാറി സുന്ദരൻ്റെ കരിയഴകിന് അംഗീകാരമാണ്. ഇനി ഇവൻ്റെ കേരളത്തിലേക്കുള്ള രംഗപ്രവേശത്തെക്കുറിച്ച് പറയാം. ബീഹാറിയായ ഇവനെ കൊല്ലം ഷാജിയാണ് ആന കേരളത്തിന് സമ്മാനിച്ചത്. അവിടെ നിന്നും PJ ടിമ്പേഴ്സിലേക്കും വഴിപാടിൽ കൊച്ചയ്യപ്പൻ്റെ കൈകളിലേക്കുമെത്തി. കൊച്ചയ്യപ്പനിൽ നിന്നും 7 വർഷം മുൻപാണ് കോട്ടയം ഊളയ്ക്കപ്പറമ്പിൽ ബാബു ഇവനെ സ്വന്തമാക്കുന്നത്. അന്ന് തോട്ടേക്കാട്ട് ആനത്തറവാട്ടിലുള്ള ബോലോനാഥ്, രാമചന്ദ്രൻ, പാർത്ഥസാരഥി, ശിവൻ, മീന എന്നിവർക്കു പുറമെ 6ാമനായാണ് വിനായകനെത്തുന്നത്. വിനായകൻ എത്തിയ ശേഷം കുഞ്ഞിലക്ഷ്മി എന്ന ഒരു പിടിയാന കൂടി ഈ ആനത്തറവാട്ടിലേക്ക് നടന്നു കയറി. ബോലോനാഥിനെ കൈമാറ്റം ചെയ്യുകയും രാമചന്ദ്രൻ ചെരിയുകയും ചെയ്തതോടെ ഇപ്പോൾ ഈ തറവാട്ടിൽ പാർത്ഥസാരഥി, ശിവൻ, വിനായകൻ എന്നീ കൊമ്പന്മാരും മീന, കുഞ്ഞിലക്ഷ്മി എന്നീ പിടിയാനകളുമടക്കം 5 ആനകളാൽ സമ്പന്നമാണ് തോട്ടേക്കാട്ട് ആനത്തറവാട്. ഈ ആനത്തറവാട്ടിലെ ഏറ്റവും ഇളയവനാണ് വിനായകൻ. ഒപ്പം തലയെടുപ്പുള്ള താരങ്ങളിൽ ഒരുവനും കൂടിയാണ്. പിന്നെ വിനായകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അപരിചിതരാരെങ്കിലും രാത്രി സമയങ്ങളിൽ വീട്ടുപറമ്പിൽ കടന്നാൽ ഒച്ചയുണ്ടാക്കി വീട്ടുകാരെ ഉണർത്തുന്ന ഒരു സ്വഭാവത്തിനുടമ കൂടിയാണ് നമ്മുടെ വിനായകൻ. ഏകദേശം 2 വർഷം മുൻപ് ഈ തറവാട്ടിൽ മുൻപുണ്ടായിരുന്ന ഒരു പാപ്പാൻ രാത്രി ഏറെ വൈകി ഇവിടെ എത്തിയതും വിനായകൻ ഒച്ച വെച്ച് വീട്ടുകാരെ ഉണർത്തിയത് ഇന്നും ഉടമയുടെ മനസ്സിലെ മായാത്ത ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെയാകാം ഈ ഉടമയ്ക്കും വീട്ടുകാർക്കുമെല്ലാം ഇവൻ ഇത്ര പ്രിയപ്പെട്ടവനായി മാറിയതും. ആ ഇഷ്ടം ഇവൻ വീട്ടുകാർക്ക് തിരിച്ചും നൽകുന്നുമുണ്ട്. കർക്കിടകം മുതൽ കന്നിമാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് വിനായകൻ്റെ നീരുകാലം. ഇപ്പോൾ തന്നെ ആരെയും അധികമടിപ്പിക്കാത്ത, കൊമ്പിൽ പിടിക്കാൻ അനുവാദം കൊടുക്കാത്ത വിനായകൻ നീരുകാലത്ത് ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി ശൗര്യത്തിലായിരിക്കും. 4 നീരേ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും ഇവൻ്റെ ഈ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്നതാണ്. അതിലുപരി ഈ തലയെടുപ്പും എത്ര നേരം വേണമെങ്കിലും എഴുന്നള്ളിപ്പിനായി നിലയുറപ്പിക്കുമെന്നതും തോട്ടേക്കാട്ട് വിനായകൻ എന്ന ഈ ഗജവീരൻ്റെ പ്രത്യേകതകളിൽ ചിലത് മാത്രം. ഭക്ഷണം ഏത് കിട്ടിയാലും കഴിക്കുമെങ്കിലും പനമ്പട്ടയോടും പഴത്തിനോടും കുറച്ച് കൂടുതൽ പ്രിയമുണ്ട് നമ്മുടെ വിനായകന്. പക്ഷേ ഏത് ഭക്ഷണമാണെങ്കിലും ഇനി ഇവന് മുൻപിൽ പാൽപ്പായസം വെച്ചുകൊടുത്താലും ശരി, പാപ്പാൻ്റെ അനുവാദമില്ലാതെ ഒന്ന് തൊടുക പോലുമില്ല. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ വിനായകനെക്കുറിച്ചുള്ള ചിത്രീകരണം ഞങ്ങൾ നടത്തിയത് ശ്രീരാമചന്ദ്രൻ്റെ തിരുസന്നിധിയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു.
ചിത്രീകരണത്തിനായി ഞങ്ങൾ എത്തുമ്പോൾ തൃപ്രയാർ ദേവസ്വത്തിൻ്റെ ആനപ്പറമ്പിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചന്ദ്രശേഖരനോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു വിനായകൻ. പിന്നെ തിരക്കിട്ടൊരു കുളി പാസാക്കി. ഭാവിയിലെ ആനതാരമായി വിനായകൻ മാറുമെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. ആനകളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചും ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അവരെ ഉപദ്രവിച്ചാലോ തിരിച്ചും അതേ ഭാഷയിൽ തന്നെയായിരിക്കും ആനകൾ പ്രതികരിക്കുക. അതുകൊണ്ട് തന്നെ ആനകളെ ഉപദ്രവിക്കാതിരിക്കുക, പകരം സ്നേഹിക്കുക. അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. ആനസ്നേഹമാണ് വേണ്ടത്. ഇതോടെ സൂര്യവുഡ് ആനപ്പെരുമയുടെ ഒരു അധ്യായം സമാപിക്കുകയാണ്. വീണ്ടും നമ്മൾക്ക് കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.